We had many meetings where senior leaders came to Delhi. And in those meetings, different people had different opinions. And I was very clear. In both those meetings, I said that the UDF is going to win the Panchayat elections and the Vidhan Sabha elections. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ നിരവധി സീനിയർ നേതാക്കന്മാരുമായി പലതവണ ഡൽഹിയിൽ മീറ്റിംഗുകൾ ഉണ്ടായിരുന്നു. ആ യോഗങ്ങളിലെല്ലാം തന്നെ ഞാൻ ഉറച്ചു പറഞ്ഞു, ഈ വരാൻ പോകുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു കാര്യം എനിക്ക് തീർച്ചയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം കേരളത്തിൽ സംഭവിച്ചിരിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. But to me there is a bigger question. What is the UDF and the Congress party going to do once they win the election? അധികാരത്തിൽ വരുമെന്ന തീർച്ച അത് പറയുമ്പോഴും അതിനേക്കാൾ ഗൗരവതരമായ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കേരളത്തിലെ ജനത കൊണ്ടുവന്നാൽ ഈ ജനതയ്ക്ക് വേണ്ടി അവർ എന്ത് ചെയ്യുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. This is the question in front of the leaders of the UDF and the Kerala Congress. ആ ചോദ്യമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ മുമ്പിലും ഉള്ളത്. There is a huge unemployment problem in this state. ഈ നാട്ടിൽ തൊഴിലില്ലായ്മയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അറിയാത്തവർ ഇവിടെ ആരുമില്ല. The UDF and the Congress party have to provide a vision for Kerala which addresses this unemployment problem. തൊഴിലില്ലായ്മയുടെ രൂക്ഷത അനുഭവിക്കുന്ന പാവപ്പെട്ട നാട്ടിലെ ചെറുപ്പക്കാരുടെ മുമ്പിൽ അധികാരത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ എന്തെല്ലാം ചെയ്യുമെന്ന് കൃത്യമായി വരച്ചു കാണിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ കഴിയും. And I am confident that the leadership on this stage has the ability to understand what the people of Kerala want and deliver what the people of Kerala need. ഈ ജനതയ്ക്ക് വേണ്ടതെന്തോ അത് നൽകാനുള്ള കാഴ്ചപ്പാടും കരുത്തുമുള്ള നേതൃത്വം ഈ വേദിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതായിട്ടുണ്ട് എന്നുള്ളത് എന്റെ ആത്മവിശ്വാസമാണ്. For any government to succeed, the leadership needs to be accessible to the people. ഏത് സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരും അതൊരു വിജയമാവണമെങ്കിൽ നാട്ടിലെ ജനത, സാധാരണക്കാരന് അവർക്ക് കയ്യെത്തും ദൂരത്തുള്ള ഒരു സർക്കാരായി ഈ ഗവൺമെന്റുകൾ മാറണം. The leadership has to merge with the people. ഈ നേതൃത്വം ജനങ്ങളുമായി ഇടപഴകി കലർന്നു വരണം. And I'm confident that the leadership of both the UDF and the Congress party is going to be humble, is going to merge with the people of Kerala, and is going to truly become an expression of the voice of people of Kerala. എനിക്ക് തീർച്ചയാണ് UDFന്റെ നേതൃത്വം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം അവർ അവരുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിന്റെ ഭാഗമായി ഇന്നാട്ടിലെ ജനതയുമായി ഇഴകിച്ചേർന്ന് അവരുടെ ശബ്ദത്തെ, അവരുടെ അഭിപ്രായങ്ങളെ അതിനെ ചെവിക്കൊള്ളുന്നതും കേൾക്കുന്നതും ആവിഷ്കരിക്കാൻ അവസരമൊരുക്കുന്നതുമായ ഒരു സംവിധാനമായിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനത്തെ മാറ്റും. There is a political battle taking place in Kerala, and then there is a ideological and political battle taking place at the national level. കേരളത്തിൽ രാഷ്ട്രീയമായ ഒരു പോരാട്ടം നടക്കുന്നു, അതേസമയം തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ രാജ്യത്ത് ആശയപരമായ ഒരു പോരാട്ടവും നടന്നുകൊണ്ടിരിക്കുകയാണ്. I've had the honor of being a member of parliament from this state. ഈ മനോഹര സംസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടുള്ള, അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. And I tell you with all humility that I have learned a tremendous amount from the people of Kerala. വിനയത്തോടു കൂടി ഞാൻ പറയുന്നു, പരിധികളില്ലാത്ത പാഠങ്ങൾ ഈ നാട്ടിലെ ജനതയിൽ നിന്ന് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. Your history, your tradition, your language, your political depth. ഈ നാടിന്റെ ചരിത്രം, ഈ നാടിന്റെ സംസ്കാരം, ഈ നാടിന്റെ അഗാധമായ രാഷ്ട്രീയ ബോധം, and most important, your ability to stand together. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ഐക്യത്തോടെ നിലനിൽക്കാനുള്ള ഈ ജനതയുടെ കഴിവും ശക്തിയും. Different religions, different cultures, different ideas, all standing together respectfully.
മതങ്ങൾ, ജാതികൾ, സംസ്കാരം, ഭാഷ ഇതെല്ലാം പരസ്പര ബഹുമാനത്തോടു കൂടി ഒരുമിച്ച് നിന്ന് മുന്നേറുന്നത് കാണാൻ. And